Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓഡിറ്റ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ് ആണ് പറഞ്ഞത്. സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് സെലക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്സ്, ഡെഫിനിഷൻ ഓഫ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പാണ്. ഡാറ്റ കളക്ഷൻ ആണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്. നമുക്ക് വേണ്ട ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ട ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ഡാറ്റ കളക്ഷൻ. Data in clinical audit can be collected prospectively or retrospectively. അത് രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോസ്പെക്റ്റീവ് ആയിട്ടും നെക്സ്റ്റ് വൺ ഈസ് റെട്രോസ്പെക്റ്റീവ് ആയിട്ടും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ, നമ്മൾക്ക് വേണ്ട റെക്കോർഡും കാര്യങ്ങളും നമുക്ക് സ്വയമേ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ, റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഓൾറെഡി പാസ്റ്റ് റെക്കോർഡാണ്, ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ നമ്മളുടെ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെട്രോസ്പെക്റ്റീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റെട്രോസ്പെക്റ്റീവ് മെത്തേഡ് ടൈപ്സ്. Okay, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് retrospective method is faster but data's quality may be poor. Retrospective method എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. അത് യൂസ് ചെയ്ത് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ഫാസ്റ്റ് ആണ്. ഡാറ്റ കളക്ഷൻ ഒന്നും അധികം സമയം എടുക്കില്ല. പക്ഷേ എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി ഓഫ് ഡാറ്റ വളരെ പൂർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ, പ്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ തന്നെ ഒരു ടീം തന്നെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും കളക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾക്ക് വേണ്ട ഡാറ്റാസ് നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മോർ ടൈം ആൻഡ് കോസ്റ്റ്ലി പ്രോസസ്സാണ്. ടൈം മാത്രമല്ല, നമുക്ക് എന്താണ് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഫണ്ട് കാര്യങ്ങളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. And give more accurate and realistic data. Prospective method എന്ന് പറയുന്നത് കോസ്റ്റ്ലി എക്സ്പെൻസീവ് ആണ്, എന്നാൽ ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ പോലും ഡാറ്റാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിരിക്കും. നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബിഫോർ കളക്ഷൻ ക്ലിയർലി പ്ലാൻ വാട്ട് ഡാറ്റ ടു കളക്ട്, how it will be analyzed. നമ്മളിപ്പോ കളക്ഷന് മുമ്പ്, ഡാറ്റ കളക്ഷന് മുമ്പ് നമ്മളൊരു കാര്യം
പ്ലാൻ ചെയ്യണം. ഡാറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഹൗ ഇറ്റ് വിൽ ബി അനലൈസ്ഡ്, അതെങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഏകദേശം നല്ലൊരു ധാരണ എല്ലാ ടീം മെമ്പേഴ്സിനും വേണം. ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു ധാരണ വേണം. പ്രോപ്പർ പ്ലാനിങ് avoids collecting unnecessary data or missing important information. പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യണമെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ നമുക്കൊരു പരിധിവരെ അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് വ്യക്തമായിട്ട് ഇന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ, ഇന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കൂടുതൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. യൂസ് എ specially designed forms or database to record the patient's data. പേഷ്യൻസിന്റെ ഡാറ്റാസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഡിസൈൻഡ് ഫോം യൂസ് ചെയ്യുന്ന ഒരു ഫോം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്, ഒരു ഷീറ്റ്. നമ്മളിപ്പോ ചിലപ്പോൾ ഒരു എന്താ പറയാ, നിങ്ങൾ ഫോംസ് കണ്ടിട്ടുണ്ടല്ലോ, ഈ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്നൊക്കെ സർവേ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിൽ ഒരു ഫോം ഉണ്ടാവും. ഒരു എ4 ഷീറ്റ് ആയിരിക്കാം, അതിൽ കുറെ നമ്മുടെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ SONO ആയിരിക്കാം, ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോം പ്രിപ്പയർ ചെയ്യണം. എസ്പെഷ്യലി ഡിസൈൻഡ് ഫോം നമ്മൾ ഈ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫോം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ. The number of patients is large. ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ചെയ്യുന്നത് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും നല്ലത്. സെലക്റ്റീവ് ആയിട്ട് നമുക്ക് പേഷ്യൻസിനെ സെലക്ട് ചെയ്തിട്ട് അവരിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. റാൻഡം ആയിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അവരിൽ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നു. മേ ബി ക്വസ്റ്റിനെയർ ആയിരിക്കും, ക്വസ്റ്റിനെയർ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പേഷ്യൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർ തന്നെ ചിലപ്പോൾ ഫിൽ ചെയ്ത് തരും. അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ അവർ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യും. റാൻഡം സാമ്പിളിംഗ് മനസ്സിലായല്ലോ? എന്താണ് റാൻഡം ആയിട്ട് കുറച്ച് പേര് റാൻഡം ആയിട്ട് നമ്മൾ ആ ഒരു ടീമിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡീസ് നടത്തും. ഓക്കെ, സാമ്പിൾസ് ഡിപ്പെൻഡ്സ് ഓൺ റിക്വയർഡ് ലെവൽ ഓഫ് ആക്യുറസി. നമ്മൾക്ക് സാമ്പിൾസിന്റെ ആക്യുറേറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റണം. അവൈലബിൾ ടൈം നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ അവൈലബിൾ ആയിരിക്കണം. അവൈലബിൾ മണി ആൻഡ് സ്റ്റാഫ്, നമുക്ക് സ്റ്റാഫ്സിനും അതേപോലെ തന്നെ പേഴ്സൺസിനും അവരിലേക്ക് എത്താനായിട്ട് എളുപ്പമായിട്ട് എത്താനും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പറ്റണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. തേർഡ് സ്റ്റെപ്പ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റില്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില് തേർഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്, തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ ഈസ് ഇൻ ക്ലിനിക്കൽ ഓഡിറ്റ് ക്യാൻ ബി കളക്ടഡ് പ്രോസ്പെക്റ്റീവ് ഓർ റെട്രോസ്പെക്റ്റീവ് മാനർ. നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റില് സംബന്ധിച്ച് ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് രണ്ട് രീതിയിലാണ് നമ്മൾ ഡാറ്റാസ് കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യുന്നത്. പ്രോസ്പെക്റ്റീവ് ഓർ റെട്രോസ്പെക്റ്റീവ് മാനർ take into consideration past clinical documentation. The later method is certainly faster, but often the quality of collected information is not optional. അതിൽ retrospective method ആണ് പറയുന്നത്. പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളും നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് കണ്ടക്ട് ചെയ്തതിനാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, വളരെ പുവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ആണ് പെർസ്പെക്റ്റീവ് ഓഡിറ്റ്. ആർ മോർ എക്സ്പെൻസീവ് ഇൻ ടേംസ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഡിറ്റിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ബട്ട് ദേ അലൗസ് എ മോർ ആക്യുറേറ്റ് ഡിസൈൻ. പക്ഷെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബൈ ഓഫറിംഗ്
a more realistic description of the current clinical practice. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കറന്റ് ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ചിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ചിട്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ബിഫോർ ഇനിഷ്യേറ്റിംഗ് ഡാറ്റ കളക്ഷൻ, നമ്മൾ ഡാറ്റ കളക്ഷന് മുമ്പായിട്ട് it is necessary to carefully plan the variables to be recorded. നമ്മൾ എങ്ങനെയുള്ള വേരിയബിൾസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് പ്ലാൻ ചെയ്യണം. ആൻഡ് define the type of analysis to be conducted on collected data. നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റാസ് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നതും നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. These points are important to prevent the collection of useless data. നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യും. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് അതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഡാറ്റാസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, കളക്ട് ചെയ്താൽ മതി. ഓർ conversely the lack of essential informations, അപ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണ്ട ഇൻഫർമേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ഏകദേശം നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഫോക്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, സർവേ കണ്ടക്ട് ചെയ്താൽ മതി. Then a specially designed form or database should be set up to collect the patient record. ഞാൻ പറഞ്ഞ ഒരു ഫോം, ഒരു സർവേയുടെ ഫോം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഫോം യൂസ് ചെയ്ത് നമുക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, moreover it may be appropriate to carry out a sampling if there is very large number of patients to be examined. ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, നമുക്ക് ഒത്തിരി നമ്പർ ഓഫ് പേഷ്യൻസിനെ നമുക്ക് എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ സർവേ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടൊരു മെത്തേഡ് ആണ് സാമ്പിളിംഗ് മെത്തേഡ്. അത് നമ്മൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പ്രിഫറബിളി യൂസിങ് റാൻഡമൈസ്ഡ് മെത്തേഡ്. ആ ഉള്ള പേഷ്യൻസിന് റാൻഡം ആയിട്ട് കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്ത് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർവേ നടത്താണ്. Also, in relation to the degree of confidence that one wants to achieve the resource actually available. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത പേഷ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടൈമും മണിയും അതുപോലെ തന്നെ പേഴ്സൺ സ്റ്റാഫിനെയും നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുക, സ്റ്റാഫുകൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് അവരിൽ നിന്ന് വേണ്ടത്. അത് കളക്ട് ചെയ്യാനായിട്ട് അവർ പ്രാപ്തരാക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഡാറ്റ കളക്ഷൻ ആണ് തേർഡ് ആയിട്ട് വരുന്നത്. ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷനിൽ നമ്മൾ ഡാറ്റാസ് രണ്ട് രീതിയിൽ കളക്ട് ചെയ്യും, പ്രോസ്പെക്റ്റീവും റെട്രോസ്പെക്റ്റീവും. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ ആവറേജ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് കിട്ടുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ലെസ് ടൈം കൺസ്യൂമിംഗ്, ഫാസ്റ്റർ ആണ്, ബട്ട് ആക്യുറസി ഓഫ് ഡാറ്റ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എങ്ങനെയുള്ള ഡാറ്റാസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റ് ടീമിനോട് ഇൻഫോം ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, അത് നമുക്ക് ഒരു പരിധി വരെ യൂസ്ലെസ് ആയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, എസെൻഷ്യൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. സ്പെഷ്യലി ഡിസൈൻഡ് ഫോംസ് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ബേസിൽ നമുക്ക് ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യാം. ഇനി ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്. ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ റാൻഡം ആയിട്ട് കുറച്ച് പേര് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് അവരിൽ നമ്മൾ സർവേ നടത്തി അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് വായിച്ച് രണ്ട് പാരഗ്രാഫ്.
Read ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. എന്താണ് ഇത് മനസ്സിലായില്ല? ശ്രീലക്ഷ്മി അതിൽ മറ്റേ റെട്രോസ്പെക്റ്റീവിന്റെ പോർഷൻ എവിടെ നിന്ന് മാർക്ക് ചെയ്യേണ്ടത്? എന്താണ് റെട്രോസ്പെക്റ്റീവ് മാനർ എന്നുള്ളത് അല്ലെങ്കിൽ മെത്തേഡ് എന്നുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നാണോ? എടാ അത് ഇവിടെയാണ് അത് പറയുന്നതാണ് ടേക്കിംഗ് ടു കൺസിഡറേഷൻ പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ. ചില പഴയ ഡാറ്റാസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ലേറ്റർ മെത്തേഡ് ഈസ് സർട്ടൻലി ഫാസ്റ്റർ. അപ്പൊ മെത്തേഡ് എങ്ങനെയായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. ബട്ട് ദ ക്വാളിറ്റി ഓഫ് കളക്ടഡ് ഇൻഫർമേഷൻ
ഇസ് നോട്ട് ഓപ്ഷണൽ. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനിൽ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അവര് ആ റെട്രോസ്പെക്റ്റീവ് മെത്തേഡ് പറയാണ്ട് പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മനസ്സിലാവാത്തത്. മനസ്സിലായോ ശ്രീലക്ഷ്മി? അതവര് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണ് അവിടെ മെത്തേഡ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അവര് ജസ്റ്റ് പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് റെട്രോസ്പെക്റ്റീവ് മെത്തേഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ബാക്കി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഓക്കെ, അടുത്ത പോർഷനിലേക്ക് പോവാം. The data collected can be either quantitative or qualitative. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസ് പറയാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റാസ്, നമുക്ക് നമ്പേഴ്സിലും യൂണിറ്റ്സിലും മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റാസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മേബി ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂസ്, ക്വസ്റ്റ്യനേഴ്സ്, ഓരോ വ്യക്തികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കമന്റ്സ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ്, കാര്യങ്ങൾ മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റാസ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ അല്ലാത്ത ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഡാറ്റ സോഴ്സ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റാസിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ആണ്. ലബോറട്ടറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അതർ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നമുക്ക് ഈ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ റെക്കോർഡ്സ് ആർ മെയിൻ സോഴ്സ് ബട്ട് മേ ബി ഇൻകംപ്ലീറ്റ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അതൊരു മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. പക്ഷേ മേ ബി ചില മെഡിക്കൽ റെക്കോർഡ്സുകൾ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് അല്ലാത്ത സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓഡിറ്റ് ഹെൽപ്സ് ഐഡന്റിഫൈ ദ പ്രോബ്ലംസ് ഇൻ ഡാറ്റ മാനേജ്മെന്റ്, ഇംപ്രൂവ് ദ ഇൻഫർമേഷൻ ഫ്ലോ. അപ്പൊ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട ഇൻഫർമേഷൻ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് പ്രൈവസി അതേപോലെ തന്നെ സീക്രസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം, നമ്മൾ കോൺഫിഡൻറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട്. Data should be എന്തായിരിക്കണം? നമ്മൾ പേഷ്യൻസ് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ പർപ്പസ് ഓഫ് ഡാറ്റ കളക്ഷൻ. വെറുതെ ഈ ഡാറ്റാസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആരോട് ഇൻഫോം ചെയ്യണം? പേഷ്യൻസിനോട് ഇൻഫോം ചെയ്യണം. ഏതൊക്കെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, ആ പേഷ്യൻസിനോട് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ന ഡാറ്റാസ് നമ്മൾ ഹോസ്പിറ്റലിൽ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് നമ്മളോട് പറയണം. നമ്മൾ നോക്കുന്നത് പാരഗ്രാഫ്, third paragraph ആണ്. The collection of data can be either quantitative or qualitative. നമ്മുടെ ഡാറ്റാസ് may be collected quantitative ആവാം, qualitative ആവാം. Quantitative എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ measurable, qualitative എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, നമ്മൾ റെക്കോർഡ് ചെയ്യാം. Such as quantitative data ആണ് such as interviews, questionnaire or comments, and data source can be various including medical records. നമ്മള് ഇന്റർവ്യൂസ് അതേപോലെ തന്നെ ക്വസ്റ്റ്യനേഴ്സ്, കമന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റിസൾട്ട് ഓഫ് ബയോകെമിക്കൽ ഇൻസ്ട്രുമെന്റൽ ഇവാലുവേഷൻ ആൻഡ് ഓർ അതർ ഡിഫറെന്റ് ആക്ഷൻസ്. മറ്റു ടെസ്റ്റുകൾ, ലബോറട്ടറി ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. The medical record is certainly the main source of information. നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ആണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ഈസ് ഓഫ്റ്റൻ ഇൻകംപ്ലീറ്റ്. സംടൈംസ് മെഡിക്കൽ റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ നമ്മൾ ഡാറ്റാസിന്റെ ആ ഒരു ക്വാളിറ്റി മാറി. In this regard, highlighting the inadequacy of data management. നമ്മൾ ഡാറ്റ മാനേജ്മെന്റിന്റെ ഇനാഡിക്വൻസിയും കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. Already in the phase of data collection, ആദ്യ സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും inadequacy ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഇൻഫോം ചെയ്യാവുന്നതാണ്. So audit improves
the existing information flow കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഫ്ലോ ചെയ്യാനായിട്ട് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്തത് കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ അവിടെ ഉണ്ടാവും. Finally, it is worth point out that in every moment of data collection and analysis, patient privacy must be protected. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തും അനലൈസ് ചെയ്യുന്ന സമയത്തും പേഷ്യൻസിന്റെ പ്രൈവസിയും മറ്റു കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പേഷ്യൻസിന് അവരുടേതായ പ്രൈവസി കാര്യങ്ങളുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും. Making the information collect anonymous and explain the reasons for the data collection. നമ്മുടെ പേഷ്യൻസിനോട് അവരോട് പറയണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസും ഡാറ്റാസും കളക്ട് ചെയ്യുന്നത്. In case of direct involvement of the patient themselves, the patients directly involved ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് എന്ന് അവരോട് ഡയറക്റ്റ്ലി നമ്മൾ ഇൻഫോം ചെയ്തിട്ട് വേണം അവർ ഡാറ്റാസ് നമ്മൾ ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിലോ വരുന്നതാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ കമന്റ്സ് ആണ്. മെയിൻ ആയിട്ടുള്ള ഡാറ്റാസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് മറ്റ് ലബോറട്ടറി റിപ്പോർട്ട്സും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഈ മെഡിക്കൽ റെക്കോർഡ് സംടൈംസ് ഇൻകംപ്ലീറ്റ് ആകും. അപ്പൊ നമുക്ക് ആ ഒരു റെക്കോർഡ് നമുക്ക് കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അപ്പൊ ആദ്യം തന്നെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെന്റ് ഇൻഡയറക്റ്റൻസിയും കാര്യങ്ങളും നമ്മൾ അവരോട് ഇൻഫോം ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡാറ്റാസ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓഡിറ്റേഴ്സ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേഷ്യൻസിന്റെ പ്രൈവസി. നമ്മൾ ഈ റെക്കോർഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളും റെഫർ ചെയ്യുന്നത്. സോ അവരുടെ പ്രൈവസി കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ കളക്ഷൻ. പേഷ്യൻസിനോട് നമ്മൾ നേരിട്ട് പറയണം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. പേഷ്യൻസ് അവർ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവരോട് വ്യക്തമായി പറഞ്ഞിട്ട് വേണം നമ്മൾ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട് കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തോ? ഓക്കെ. നമ്മള് തേർഡ് പോയിന്റിൽ പറഞ്ഞത് ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ടാണ്. രണ്ട് രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും, പ്രോസ്പെക്റ്റീവ് ആൻഡ് റെട്രോസ്പെക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ബട്ട് ഡാറ്റാസ് കാര്യങ്ങളും ആക്യുറേറ്റ് ആയിരിക്കും. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും സർവേ ഓഡിറ്റ് നടത്തുന്ന ഒരു ഓഡിറ്റ് നടത്തുന്ന മെത്തേഡാണ് റെട്രോസ്പെക്റ്റീവ് മാനർ എന്ന് പറയുന്നത്. ഓൾറെഡി കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തത്. ക്വാളിറ്റി വളരെ പുവർ ആണ്. റെട്രോസ്പെക്റ്റീവ് മെത്തേഡിൽ ക്വാളിറ്റി വളരെ പുവർ ആണ്. നമ്മള് കുറച്ച് പിന്നെ നോക്കിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി എന്ത് പ്രിഫറബിൾ എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റാൻഡം ആയിട്ട് കുറച്ച് ഫയൽസോ അല്ലെങ്കിൽ പേഷ്യൻസിനെയോ നമ്മൾ എന്ത് ചെയ്താൽ മതി, സാമ്പിൾസ് ആയിട്ട് കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ മതി. ഈ കളക്റ്റഡ് ഡാറ്റ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കളക്റ്റഡ് ഡാറ്റാസ് പറയാം, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ ആകുന്നത്, നമ്പേഴ്സിൽ യൂണിറ്റ്സ് നമുക്ക് മെഷറബിൾ ആകുന്ന ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുക, സച്ചാൽ ഇന്റർവ്യൂ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് മെഷറബിൾ ആകാൻ പറ്റുക, ക്വസ്റ്റ്യനെയർ, കമന്റ്സ് കാര്യങ്ങൾ നമുക്ക് മെഷറബിൾ ആകാം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ, മെയിൻ ആയിട്ട് യൂസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്, മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് പ്ലസ് നമ്മളുടെ ലാബ് അല്ലെങ്കിൽ എന്താ പറയാ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഈ ചില കേസുകളിൽ ഇത് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡാറ്റ അഡിക്വൻസി അവിടെ ഹൈലൈറ്റ് ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ ഉറപ്പുവരുത്തണം. ദെൻ നമ്മൾ ഡാറ്റാസ് അനലൈസ് ചെയ്യാൻ തുടങ്ങണം. ഒരു പേഷ്യൻസിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും. ഓക്കെ, ഡാറ്റ കളക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, നിങ്ങളേക്ക് തമ്പ് അയക്കണോണ്ടാ, ഞാൻ തമ്പ് നോക്കി നിൽക്കാം, അവിടെ തമ്പൊന്നും വന്നില്ല, അപ്പൊ മെസ്സേജാ വരുന്നേപ്പോ. മനസ്സിലായി കഴിഞ്ഞാൽ തമ്പ് അയക്കണം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് ആണ്. രണ്ടാമത് പറഞ്ഞത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പായിട്ട് പറഞ്ഞത് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റേജിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു. ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസും സ്റ്റാൻഡേർഡ്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. This is most important stage of clinical audit. Clinical audit is the most important stage ആണ് comparison of the data with the standards, simple points standards ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്യും. Collected data are analyzed and compared with the preset standards. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് കമ്പയർ ചെയ്യും, ഡാറ്റാസും കാര്യങ്ങളും കമ്പയർ ചെയ്യും. The aim is to identify the gap between actual practice and standards. The main ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ആക്ച്വൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ആക്ച്വൽ നമ്മൾ കളക്ട് ചെയ്തിരുന്ന ഡാറ്റാസും നമ്മുടെ സ്റ്റാൻഡേർഡും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. കെയർ മസ്റ്റ് ബി ടേക്ക് സോ സ്റ്റാഫ് ഡു നോട്ട് ഫീൽ ഇൻസ്പെക്ടഡ് ഓർ threatened as it can be affect honest analysis. നമ്മൾ ആരെയും ഭീഷണിയൊന്നും പെടുത്തി അതിലൊന്നും ആവരുത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റാസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കാം, ദിസ് ഈസ് ദ സെൻട്രൽ ഫേസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സെൻട്രൽ ഫേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു പ്രോസസ് ആണ് കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ കളക്ടഡ് ഡാറ്റ നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, കമ്പാരിസൺ. Then the team of professionals interested in audit analysis
the data and compare them with the preset of standards. Clinical audit professionals ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ ഡാറ്റാസും കാര്യങ്ങളും കമ്പയർ ചെയ്യുന്നത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മുടെ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. It is important to note that the crucial nature of this movement lies in the fact that as an inspection of their clinical activity, thus unintentionally becoming an obstacle to effective data analysis. അതുകൊണ്ട് നമ്മൾ കറക്ഷൻ ഒന്നും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള നേച്ചർ ആണ്. നമ്മൾ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഡീവിയേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ബാരിയേഴ്സ് ഉണ്ട്. ബാരിയേഴ്സ്, ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ ആൻഡ് ബാരിയേഴ്സ് ഫോർ എഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിനെ സംബന്ധിച്ച് കുറച്ച് ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സും കുറച്ച് ബാരിയേഴ്സും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നോക്കാം. ക്ലിയർ ഓഡിറ്റ് ഡിസൈൻ ആൻഡ് ക്ലിയർ ഡാറ്റ കളക്ഷൻ മെത്തേഡ്. നമ്മൾ എപ്പോഴും ഒരു ക്ലാരിറ്റി ഓഫ് ഓഡിറ്റ് ഡിസൈനിൽ വ്യക്തമായ ഒരു എന്ത് വേണം, ക്ലാരിറ്റി വേണം. ക്ലിയർ ഡാറ്റ കളക്ഷൻ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് പ്ലാനിങ്. ഞാൻ താഴത്തേക്കാണ് റീഡ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് മുകളിൽ നിന്ന് താഴത്തേക്കാണ് റീഡ് ചെയ്യുന്നത്. ഗുഡ് പ്ലാനിങ് വേണം. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായ നല്ല ഗുഡ് പ്ലാനിങ് വേണം. സപ്പോർട്ട് ഫ്രം ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ എടുത്തത് നമുക്ക് നല്ല രീതിയിലുള്ള അതൊരു സപ്പോർട്ട് വേണം. ഡെഡിക്കേറ്റഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്. നമുക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. എന്തിന്? ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യാനായിട്ട്. കളക്റ്റീവ് അനാലിസിസ് ഓഫ് ദ റിസൾട്ട്. ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് അനാലിസിസ്. നമ്മൾ കളക്റ്റീവ് ആയിട്ടായിരിക്കും ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ഒബ്സ്റ്റക്കിൾസ് വരാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഒബ്സ്റ്റക്കിൾസ്. നമ്മള് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അൺക്ലിയർ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് അൺക്ലിയർ ആണെങ്കിൽ അതൊരു തടസ്സമാണ്. പുവർ പ്ലാനിങ്, പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ് ഇല്ലെങ്കിലും അതും ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ബാരിയർ തന്നെയാണ്. ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് ഹെവി വർക്ക് ലോഡ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് റിസോഴ്സ് ഇല്ല, അതേപോലെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്, അതൊരു തടസ്സമാണ്. ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ദ ഓഡിറ്റ് മെത്തേഡ്. ഓഡിറ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല, അത് നമ്മൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഒരു ബാരിയർ ആണ്. പുവർ ഓർഗനൈസേഷൻ സപ്പോർട്ട്. നമുക്ക് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഒന്നും കിട്ടുന്നില്ല. ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ സപ്പോർട്ട്. ഇനി റെസിസ്റ്റൻസ് ഓർ അൺവില്ലിംഗ്നെസ് ടു ചേഞ്ചസ്. നമ്മളിപ്പോ ഈ ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്തു, ഡീവിയേഷൻ കണ്ടെത്തി, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഡീവിയേഷൻ കണ്ടെത്തി. പക്ഷെ അവര് ബാക്കിയുള്ളവരൊന്നും അൺവില്ലിംഗ് ആണ് ഈ ചേഞ്ചിനനുസരിച്ച് മാറാനായിട്ട്. അവർ എന്ത് ചെയ്യുന്നില്ല, വില്ലിംഗ് അല്ലെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷനെ എന്ത് ചെയ്യും, ബാഡ് ആയിട്ട് തന്നെ. സോ നമ്മൾ നോക്കിയത് കമ്പാരിസൺ ഓഫ് കളക്റ്റഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഡെവലപ്പ് ഒരു കറക്റ്റീവ് ആക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ക്ലിനിക്കൽ ഓഡിറ്റിന് തന്നെ ഒരു സെൻട്രൽ ഫേസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോസസ് ആണ് ഇത്, സ്റ്റെപ്പാണ് ഇത്, കമ്പാരിസൺ ഓഫ് കളക്റ്റഡ് ഡാറ്റ ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോ ഈ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫാക്ടേഴ്സും പിന്നെ നമ്മൾ പറഞ്ഞ തടസ്സങ്ങളാണ്. നമ്മൾ ഈ ഒരു കമ്പാരിസണിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് തടസ്സങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് ഈ ടേബിൾ വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
അപ്ഡേറ്റ് ചെയ്തോ? ഓക്കെ, എല്ലാവരും വായിച്ചു വിചാരിക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കമ്പാരിസൺ ആണ്. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും നമ്മൾ പ്രീസെറ്റ് ചെയ്തിരുന്ന സ്റ്റാൻഡേർഡ്സും നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസോ എന്തെങ്കിലും ഗ്യാപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. അത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റ് ഫേസ് ചെയ്യുന്ന കുറച്ച് തടസ്സങ്ങൾ, ബാരിയേഴ്സും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ആ ടേബിളിൽ പറയുന്നത്. ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്ത രീതിയാണ്. ഒബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങളാണ്. രണ്ടായിട്ട് അവർ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദിസ് പർപ്പസ്, meeting whether the result of audit will be discussed must be carefully prepared. അപ്പൊ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം, കെയർഫുള്ളി അത് പ്രിപ്പയർ ചെയ്യണം. Giving special attention to every aspect of communication and social skills. നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികളുടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ സ്കിൽസ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് വേണ്ട ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കളക്ട് ചെയ്യാനും അത് നമുക്ക് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. സോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരില്ല, അത് വലിയൊരു ടോപ്പിക് ആണ്. ജസ്റ്റ് ഞാൻ നമ്മൾ സമ്മപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കിയത് മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. ഡാറ്റ കളക്ഷനും കമ്പാരിസൺ ഓഫ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻസ്. രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും, പ്രോസ്പെക്റ്റീവും റെട്രോസ്പെക്റ്റീവ് മാനറിൽ. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രോസ്പെക്റ്റീവ് പറയുന്നത്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ ഇൻഫർമേഷൻസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കും. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫാസ്റ്റർ ആണ്, പക്ഷേ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ആക്യുറൻസി ഓഫ് ഇൻഫർമേഷൻ മേ ബി ഭയങ്കര പോറാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഡാറ്റ കളക്ഷനില് നമ്മൾ ഡാറ്റ കളക്ഷന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. എന്തെല്ലാം വേരിയബിൾസ് ആണ് നമ്മൾ കളക്ട് ചെയ്യാൻ ലക്ഷ്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണ് എന്നുള്ളത്, നമ്മൾ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എസെൻഷ്യൽ ഇൻഫർമേഷൻ ഏതാണെന്നുള്ളത് ടീം മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ അൺനെസസറി ആയിട്ട് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേണം ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ തീരുമാനിക്കാം. ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഫോം നമുക്ക് ഡാറ്റ പർപ്പസിന് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സാമ്പിൾ സൈസ് വളരെ കൂടുതലാണെങ്കിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആണ് പ്രിഫറബിൾ. നമുക്ക് രണ്ട് രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്.
ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് നമ്പേഴ്സ് മെഷർ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. മേ ബി ഇന്റർവ്യൂ ക്വസ്റ്റ്യനേഴ്സ് കമന്റ്സ് ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മുടെ ഡാറ്റ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാണ്. മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് മെയിൻ സോഴ്സ് ആണ്. അതേപോലെ തന്നെ ചില കേസുകളിൽ മെഡിക്കൽ റെക്കോർഡ് മേ ബി ഇൻകംപ്ലീറ്റ് ആകും. അത് നമ്മുടെ അഡ്വക്കസി ഓഫ് ഡാറ്റയെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ്, നമ്മുടെ ഡാറ്റയുടെ നമ്മുടെ ആക്യുറസിനെ അഫക്ട് ചെയ്യും. സോ നമ്മൾ ആ ഒരു കാര്യം ഇൻഫർമേഷൻ നമ്മൾ ആൾക്കാരെ പാസ് ചെയ്യണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് ഇൻകംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്. ഓഡിറ്റ് നല്ല രീതിയിൽ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫ്ലോനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡാറ്റ കളക്ഷനും അനലൈസും പേഷ്യൻസിന്റെ പ്രൈവസി നോക്കും. പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും. ദെൻ നമ്മൾ പറഞ്ഞത് കമ്പാരിസൺ ഓഫ് ഡാറ്റ കളക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തും. കമ്പാരിസൺ നടത്തി അവിടെ എന്തെങ്കിലും ഗ്യാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, ഇതില് ഇത്രയും വരെ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഫെസിലിറ്റേറ്റ് ചെയ്തത്. ക്ലാരിറ്റി ഓഫ് ഡിസൈൻ, നമ്മുടെ ഓഡിറ്റ് ഡിസൈനെ കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. ഡാറ്റ കളക്ഷൻ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പ്ലാനിങ് വേണം. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം. നമുക്ക് നല്ല ട്രെയിനിങ്ങും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. കളക്റ്റീവ് അനലൈസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽസ് വേണം. ഈ തടസ്സങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതൊരു തടസ്സമാണ്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ അതൊരു തടസ്സമാണ്. ലാക്ക് ഓഫ് റിസോഴ്സസ്, ഹെവി വർക്ക് ലോഡ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒറ്റ ടൈം ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ലിമിറ്റേഷൻ ആണ്. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ ദ മെത്തേഡ്, നമ്മുടെ മെത്തേഡ് ഓഫ് കളക്ഷനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതൊരു ലിമിറ്റേഷൻ ആണ്. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ അതൊരു ലിമിറ്റേഷൻ ആണ്. ഇനി നമ്മൾ ചേഞ്ചസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചു, അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അൺവില്ലിംഗ് ടു ചേഞ്ചസ്, ആ ചേഞ്ചസിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു തടസ്സമാണ്. ഇത്രയുമാണ് ഇന്ന് എടുക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ റീഡ് ചെയ്യാതെ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ. അത്രയും റീഡ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.